യമഹ പവലിയനിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ 40 ഗ്ലോറിയസ് ഇയേഴ്സ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതി ഇന്ത്യയിൽ വന്നതിൻ്റെ 40ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 4 മോഡൽസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ആ 4 മോഡൽസ് എന്ന് വെച്ചാൽ ഒന്ന് RD350, ഒന്ന് RX100, ഒന്ന് വെർഷൻ 1 FC, R15 വെർഷൻ 1. അത് കണ്ടപ്പം വളരെ സന്തോഷം തോന്നി. 4ഉം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വണ്ടികളാണ്. പിന്നെ യമഹയുടെ ലാൻഡർ XTZ 250 എന്ന് പറഞ്ഞിട്ടുള്ള ഡ്യുവൽ പർപ്പസ് മോട്ടോർ സൈക്കിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഈ വർഷം ലോഞ്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു 250cc ഡ്യുവൽ പർപ്പസ് മോട്ടോർ സൈക്കിളാണ്. നമ്മുടെ കവാസാക്കി KLX 230 ഒക്കെ ഇപ്പോൾ ഇറങ്ങിയതുപോലെ അതിനെയൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ യമഹ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണിത്. ഇതിന് FC25നെ പോലെ 20 bhp പവറും 20 Nm ടോർക്കുമാണ് ഉണ്ടാകാൻ പോകുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സും. പിന്നെ യമഹ പവലിയനിൽ വേറെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ NMAX സ്കൂട്ടർ. അത് ഈ വർഷം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. എയറോക്സിൻ്റെ സെയിം എഞ്ചിനൊക്കെ ഉള്ള മറ്റൊരു മാക്സി സ്കൂട്ടറാണ് NMAX. അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യമഹ R7, MT-03, R3, MT-09, പിന്നെ അഡ്വഞ്ചർ ബൈക്കായ ടെനറയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ഭയങ്കര കേപ്പബിളായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ബൈക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ബൈക്കായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കയറിയിരുന്നൊക്കെ നോക്കി. അപ്പോൾ അതും ഈ വർഷം ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ മാത്രമല്ല യമഹയുടെ MotoGP ബൈക്കായ YZR M1 ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും കൂടാതെ ഇന്ത്യയിൽ സെയിലുള്ള വണ്ടികളായ FCS, R15 V4, ഫാസിനോ, റേ അങ്ങനെയുള്ള എല്ലാ വണ്ടികളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യമഹ പവലിയനിലാണെങ്കിൽ ഒരു ഗെയിം കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ജോയ്സ്റ്റിക്കൊക്കെ വെച്ചിട്ട് കുട്ടികളെല്ലാം അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് അതവിടെ ഉണ്ടായിരുന്നത്.